നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 1199 ആണ്ട് ഇടവമാസം 28 തീയതി 2024 ജൂൺ മാസം 11 തീയതി ചൊവ്വാഴ്ച. ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് ആയില്യം നക്ഷത്രമാണ്. നക്ഷത്രം നോക്കുമ്പോൾ ആയില്യ നക്ഷത്രമാണ് വന്നിരിക്കുന്നത്. ആയില്യം നക്ഷത്രങ്ങളിൽ ശുഭനക്ഷത്രമല്ല, ശുഭകാര്യങ്ങൾക്ക് എടുക്കുന്ന നക്ഷത്രമല്ല ആയില്യം. മാത്രമല്ല ഇന്നത്തെ ദിവസവും നമ്മൾ ചൊവ്വാഴ്ച ശുഭകാര്യങ്ങൾക്ക് എടുക്കാറില്ല. ചൊവ്വ പാപഗ്രഹങ്ങളിൽ വളരെ ശക്തനായിട്ടുള്ള ഗ്രഹമായതുകൊണ്ട് ചൊവ്വയെ പല കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി വയ്ക്കും. അതുപോലെ പാപനക്ഷത്രങ്ങളിൽ പെടുന്നതാണ് ആയില്യവും. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച ആയില്യ നക്ഷത്രം. അപ്പോൾ ഇടവമാസത്തിൽ ആയില്യം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ അല്ലെങ്കിൽ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ശ്രദ്ധിക്കണം. ചൊവ്വാഴ്ചയാണ് നമുക്ക് ബർത്ത്ഡേ ആയിട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല അത് കുറച്ച് കഷ്ടതയുണ്ടാക്കുന്ന, നമുക്ക് ബർത്ത്ഡേ കുറിച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാരണം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേയിലൂടെ. ഇത് വാർഷിക ഫലമാണ്. ഒരു വർഷം നമുക്കെങ്ങനെ എന്ന് ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേ. അപ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ചൊവ്വാഴ്ചയാണ് ബർത്ത്ഡേ വന്നിരിക്കുന്നത്. അതത്ര കണ്ട് നല്ലതല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ചൊവ്വയെ പ്രീതിപ്പെടുത്തി പോകണം. ചൊവ്വയെ പ്രീതിപ്പെടുത്താൻ 2 ദേവതകളെ പ്രീതിപ്പെടുത്തണം. മുരുകനെയും ദേവിയെയും, പ്രത്യേകിച്ച് ദേവി ശക്തി സ്വരൂപിണിയായ ദുർഗാ ദേവിയെയും പ്രാർത്ഥിക്കണം. മുരുകനാണെങ്കിൽ ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവ നടത്തണം. ദേവിക്ക് കുങ്കുമാർച്ചന, കട്ടിപ്പായസം, മുൻവിളക്ക്, പട്ട് ഇവയൊക്കെ വാങ്ങി നടക്കി വെച്ച് അമ്മയെ പ്രീതിപ്പെടുത്തണം. അതുപോലെ തന്നെ ഒരു ശ്രീമുരുക യന്ത്രം ദുർഗായന്ത്രവുമായി ചേർത്ത് ഒരു വർഷക്കാലവും ധരിച്ചോളണം. കാരണം ആക്സിഡൻ്റ് ഉണ്ടാവാം, സർജറിക്ക് വിധേയമാവാം, അല്ലെങ്കിൽ കേസ് വഴക്കുകളുണ്ടാവാം, മറ്റ് അപകടങ്ങൾക്ക് ഇടവരുന്ന വർഷമായതുകൊണ്ട് നമുക്ക് ഇതിനെയൊക്കെ അതിജീവിച്ച് പോകാൻ വേണ്ടി സഹായിക്കും. അതുപോലെ ഇന്ന് മറ്റു കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന് ഉള്ളവർ അഭിജിത്ത് മുഹൂർത്തം എടുത്ത് നോക്കണം. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12 മണി 2 മിനിറ്റ് തൊട്ട് 12 മണി 50 മിനിറ്റ് വരെയാണ്. ഈ സമയം നമുക്ക് കുറേ ദോഷങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുന്ന, പോസിറ്റീവായി നിൽക്കുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. അതേപോലെ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴും യാത്രയ്ക്കിറങ്ങുമ്പോൾ ഇന്ന് രാവുകാല സമയം നോക്കി നിങ്ങൾ യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാവുകാല സമയം കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 മണി മുതൽ 4:30 മണി വരെ രാവുകാല സമയം എന്ന്. പക്ഷേ രാവുകാല സമയം ശരിക്ക് 3 മണി 33 മിനിറ്റ് തൊട്ട് 5 മണി 7 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട്. ഇപ്പോൾ 3 തൊട്ട് 4:30 വരെ ഇട്ടിരിക്കുന്നിടത്ത് 3:37 തുടങ്ങുകയുള്ളൂ. ശരിക്ക് 5 മണി 7 മിനിറ്റ് കഴിഞ്ഞാലേ രാവുകാലം തീരുകയുള്ളൂ. പക്ഷെ നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളുണ്ട്: യമകണ്ഠ കാലവും ഗുളിക കാലവും. ഇത് ഏറ്റവും പ്രകൃതിക്ക് നെഗറ്റീവായി നിൽക്കുന്ന, പ്രകൃതി തന്നെ നെഗറ്റീവായി നിൽക്കുന്ന സമയമാണ്. ഇവരുടെ സമ്മർദ്ദത്തിൽ പ്രകൃതി ശക്തികളുണ്ട്. അവർ നെഗറ്റീവായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് നെഗറ്റീവാക്കി കളയും. അതിൽ ഗുളിക കാല സമയം വരുന്നത് 12 മണി 24 മിനിറ്റ് തൊട്ട് 1 മണി 59 മിനിറ്റ് വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 9:16 തൊട്ട് 10:50 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ചുമപ്പ് കളറിലുള്ള വസ്ത്രം നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. ചുവപ്പും കൂടി. ഫുൾ ചുവപ്പായിട്ട് പോകണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. ബ്ലൗസായിട്ടോ ഷർട്ടായിട്ടോ അല്ലെങ്കിൽ
നമുക്ക് ഷാളായിട്ടോ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ കർച്ചീപ്പായിട്ടോ കരുതുക. ഇല്ല, പൊട്ട് തൊടുന്നവരാണെങ്കിൽ കുങ്കുമമായിട്ടോ അല്ലെങ്കിൽ ചുവന്ന പൊട്ടോ നെറ്റി തൊടുക. ഇത് നമ്മളിൽ നിന്ന് ചൊവ്വയുടെ നെഗറ്റീവ് കുറയ്ക്കാനും പോസിറ്റീവ് എനർജി പ്രകൃതിയിൽ നിന്ന് ലഭിക്കാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലതല്ല എങ്കിൽ പോലും നമുക്ക് ഭഗവാനെ പ്രാർത്ഥിച്ച് അവരവരുടെ ഇഷ്ടദേവതാ പ്രീതി വരുത്തി ദോഷങ്ങളൊന്നും വരാതെ നമ്മൾ കാര്യങ്ങൾ സ്മൂത്തായി പോകാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.